നാം എല്ലാവരും ഇവിടെ ഒരു സമരപ്പന്തലിലായിരിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണമെന്നത് വലിയ അന്യായം ഇവിടെ നടക്കുന്നു എന്ന സത്യം ഈ ലോകത്തെ വിളിച്ചറിയിക്കുവാൻ വേണ്ടിയാണ്. 17,000-ഓളം അധ്യാപകര് കഴിഞ്ഞ 7 വർഷമായിട്ട് ഇവിടെ വേതനമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് നീതി നിഷേധമല്ല, ഒരു ജനാധിപത്യ സർക്കാർ കാണിക്കുന്ന ഏറ്റവും വലിയ നെറികേടാണ് എന്ന് പറയാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ്. കാരണം ഇത് അന്യായമല്ല എങ്കിൽ മറ്റെന്താണ് ഇവിടെ അന്യായമായിട്ടുള്ളത് എന്ന് സർക്കാർ തന്നെ പറയേണ്ട സാഹചര്യമുണ്ട്. എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഏതോ മാഫിയാകളുടെ ഗണത്തിൽപ്പെടുത്തിയാണ് ഇടതുമുന്നണി സർക്കാർ കരുതുന്നത് എന്ന് ചിന്തിക്കാൻ പോരുന്ന ന്യായങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഈ രാജ്യത്തിന്റെ സർവതോന്മുഖമായ വളർച്ചയ്ക്ക് വേണ്ടി വലിയ സംഭാവന ചെയ്തവരാണ് ഇവിടുത്തെ എയ്ഡഡ് അധ്യാപകരും അവിടുത്തെ സ്കൂളുകളും എന്നത് മനസ്സിലാക്കാൻ ഇതുവരെയും ഭരണകക്ഷിക്ക് കഴിയുന്നില്ല എങ്കിൽ അത് ഞങ്ങളുടെ കുഴപ്പമല്ല. കാര്യങ്ങൾ മനസ്സിലാക്കാനും നിഷ്പക്ഷമായി വിലയിരുത്താനുമുള്ള നിങ്ങളുടെ കഴിവുകേടാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. പ്രിയപ്പെട്ടവരെ ഓർക്കുക, 1803 ലണ്ടൻ മിഷണറിമാരാണ് ഈ കേരളത്തില് ആധുനിക വിദ്യാഭ്യാസം കൊണ്ടുവന്നത് എന്ന് നമുക്കറിയാം. അതുവരെയും വിദ്യാഭ്യാസം എന്നത് നാട്ടിലെ സവർണർക്ക് മാത്രം സംവരണം ചെയ്യപ്പെട്ട കാര്യമായിരുന്നു എന്നത് വസ്തുതയല്ലേ? അക്ഷരം പഠിച്ച ശൂദ്രന്റെ ചെവിയിൽ ഈയമുരുക്കി ഒഴിക്കണം എന്ന് പ്രമാണമുണ്ടാക്കി വെച്ച ഈ കേരളത്തിന്റെ മണ്ണില് നവോത്ഥാനത്തിന്റെ തിരിതെളിച്ചത് ഇവിടുത്തെ ക്രൈസ്തവ മിഷണറിമാരും അവരാരംഭിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമാണ് എന്നുള്ളത് വസ്തുതാപരമായി നിഷേധിക്കാൻ ഏത് രാഷ്ട്രീയ നേതാവിനാണ് ഇവിടെ കഴിയുന്നത് എന്ന് ന്യായമായും ഞങ്ങൾ ചോദിക്കുകയാണ്. ഇപ്രകാരം ഈ നാടിന്റെ സർവതോന്മുഖമായ വളർച്ചയ്ക്ക് വേണ്ടി അത്യധ്വാനം ചെയ്ത ഇവിടുത്തെ ക്രൈസ്തവ മിഷണറിമാർ തുടങ്ങിവെച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് സർക്കാർ പുലർത്തുന്നത് അങ്ങേയറ്റത്തെ വിവേചനപരമായ നിലപാടാണ്. ഈ സർക്കാർ മതേതരത്വത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം ഒരേ ജോലി ചെയ്യുന്ന ചില മതവിഭാഗക്കാർക്ക് ശമ്പളം കൊടുക്കുമ്പോൾ കത്തോലിക്ക മാനേജ്മെന്റുകൾക്ക് ശമ്പളം കൊടുക്കില്ല എന്ന ധാർഷ്ട്യത്തോട് സർക്കാർ സംസാരിക്കുമ്പോൾ അത് അന്യായമാണ് എന്ന് വിളിച്ചു പറയാനുള്ള ആർജവത്വം ഇവിടുത്തെ കത്തോലിക്ക മാനേജ്മെന്റിനുണ്ട്. കാരണം ഞങ്ങൾ ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ പള്ളിയുടെ പൊൻകുരിശ് വിറ്റും ഞങ്ങളുടെ ജനത്തിന്റെ പിടിയറി പിടിച്ചും ഈ പള്ളിക്കൂടങ്ങൾ ഇവിടെ സ്ഥാപിച്ചത്. അല്ലാതെ ആരെങ്കിലും ആരോപിക്കുന്നത് പോലെ മറ്റെവിടെ നിന്നെങ്കിലും കാശ് കൊണ്ടുവന്ന് ഞങ്ങൾ സ്ഥാപിച്ചതല്ല. ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഈ നാട്ടിലെ ക്രൈസ്തവർ ചെയ്ത ധീരോദാത്തമായ സംഭാവനകളാണ് ഇവിടുത്തെ എയ്ഡഡ് സ്കൂളുകൾ എന്നത് സർക്കാർ മറക്കരുത്. ആ സർക്കാർ ഈ എയ്ഡഡ് സ്കൂളില് വിശിഷ്യ ക്രൈസ്തവ മാനേജ്മെന്റുകളിലെ എയ്ഡഡ് സ്കൂളുകളോട് കാണിക്കുന്ന ഈ വിവേചനം എന്ന് പറയുന്നത് അത് ജനാധിപത്യ വിരുദ്ധമാണ്, മതേതരത്വത്തിന് വിരുദ്ധമാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രം ശമ്പളം നൽകില്ല എന്ന് സർക്കാർ ദുർവാശി കാണിക്കുമ്പോൾ രാജാവ് അന്ന് ചെയ്യുന്നത് അന്യായമാണ് എന്ന് പറയാൻ, രാജാവ് തുണിയുടുത്തിട്ടില്ല എന്ന് വിളിച്ചു പറയാനുള്ള ആർജവത്വം ഇവിടുത്തെ ഈ കത്തോലിക്ക മാനേജ്മെന്റിനുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും വിദ്യാഭ്യാസ മന്ത്രിയോടും ഭംഗ്യന്തരേണ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.